അപ്പോൾ രണ്ടാക്കി മടക്കിയിട്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് അടയാളപ്പെടുത്താം. അപ്പോൾ ഷോൾഡർ ഞാനിപ്പോൾ മുന്നേയും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ഈ അടിയിൽ നിന്ന് താഴെ നിന്ന് മുകളിലേക്ക് വെക്കണം തുണി, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇടാൻ പറ്റും. ഇതാകുമ്പോൾ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ മുകളിൽ നമ്മുടെ വേസ്റ്റ് അടയാളപ്പെടുത്തുകയാണ്. എന്നിട്ട് ടോട്ടൽ ലെങ്ത്ത് അടയാളപ്പെടുത്തുകയാണ്. ടോട്ടൽ ലെങ്ത്ത് എനിക്ക് വേണ്ടത് 14 അരയാണ്. 14 അരയും പ്ലസ് ഒരു അര ഇഞ്ച് നമുക്ക് അടിഭാഗം മടക്കി അടിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് നമ്മളങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാ ഇങ്ങനെ രണ്ട് വശത്തും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ അടയാളപ്പെടുത്തണം. അപ്പോൾ ഷോൾഡർ എന്ന് പറയുന്നത് 15 ഇഞ്ചാണ്. നെക്കിൻ്റെ ലെങ്ത്ത് എന്ന് പറയുമ്പോൾ 9 ഇഞ്ചാണ്. അപ്പോൾ 9 ഇഞ്ച് എന്ന് പറയുമ്പോൾ ഷോൾഡറിൽ നിന്ന് നമുക്ക് കുറക്കണം 9 ഇഞ്ച്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോൾഡർ അപ്പോൾ 15 തന്നെ കൊടുക്കാൻ പറ്റില്ല, അത് കുറച്ചെടുക്കണം. അപ്പോൾ 9 ഇഞ്ച് എന്ന് പറയുമ്പോൾ 9 ഇൻറ്റു 0.25, 9 ഇൻറ്റു 0.25, 2.25 ഇഞ്ച്. 2.25 ഇഞ്ച്. അപ്പോൾ 2.25 ഇഞ്ച് നമ്മൾ ഇവിടുന്ന് ഷോൾഡറിൽ നിന്ന് കുറക്കണം. അപ്പോൾ ഷോൾഡർ 15 7.5 ഇഞ്ച് വരും. 7.5 ഇഞ്ച് വരും. 7.5 നിന്ന് 2.25 ഇഞ്ച് കുറച്ചെടുക്കാം. അപ്പോൾ നമുക്ക് വരും 5.25 ഇഞ്ച് നമുക്ക് വരും. 5.25 ഇഞ്ച്. അപ്പോൾ നമുക്ക് 5.25 ഇഞ്ചിൽ നമുക്ക് ഷോൾഡർ അടയാളപ്പെടുത്തിയിട്ട് താഴത്തോട്ടേക്ക് ഇങ്ങനെ അടയാളപ്പെടുത്താം. ഇനി ജസ്റ്റ് ഒരു 5 ഇഞ്ചിൽ നമുക്ക് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. എന്നിട്ട് നോക്കിയിട്ട് നമുക്ക് വേണോ വേണ്ടിയോ എന്ന് താഴോട്ടും മുകളിലോട്ടും വേണോ വേണ്ടിയോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ചെസ്റ്റ് എടുക്കണം. ചെസ്റ്റ് എന്ന് പറയുമ്പോൾ അറിയാലോ, നമ്മൾ കൈക്കുഴിയുടെ ഭാഗത്ത് നിന്ന് അപ്പുറത്തെ കൈക്കുഴി വരെ, ബ്രസ്റ്റിൻ്റെ അളവല്ല, കൈക്കുഴിയുടെ ഭാഗത്ത് നിന്ന് അപ്പുറത്തെ കൈക്കുഴി വരെ. അതെനിക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ 34 ഇഞ്ച്. അപ്പോൾ 34ൻ്റെ 4 ഭാഗത്ത് 8.5. അപ്പോൾ 8.5 കറക്റ്റായിട്ട് 8.5 നമുക്കിവിടെ അടയാളപ്പെടുത്താം. ഓക്കെ, 8.5 തന്നെ അടയാളപ്പെടുത്തുക. കിട്ടിയ അളവ് മാത്രം അടയാളപ്പെടുത്തുക. ഒരു ലൂസോ കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ലൈനിങ് ആണ്. ലൈനിങ്ങിലിട്ട് വെട്ടുമ്പോൾ നമ്മൾ ഒരു ലൂസോ കാര്യങ്ങളോ കൊടുക്കണം. നിങ്ങൾ കറക്റ്റായിട്ട് അളവ് എടുക്കുകയാണെങ്കിൽ ഒരു പ്രോബ്ലം ഇല്ല. നമ്മൾ കസ്റ്റമറോട് ചോദിക്കുമല്ലോ, അല്ലെങ്കിൽ നമുക്ക് തന്നെയാണെങ്കിലും നമ്മൾ ടൈറ്റ് എത്ര വേണം നമ്മൾ ചിന്തിക്കുമല്ലോ. അപ്പോൾ അത്രേ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു ലൂസോ 1 ഇഞ്ച് 2 ഇഞ്ച് ലൂസോ അങ്ങനെ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ജസ്റ്റ് കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കൂ എങ്ങനെയുണ്ടെന്ന്. പെർഫെക്റ്റായിട്ട് കിട്ടും. നമ്മൾ ഒരു ടൈറ്റോ ലൂസിൻ്റെയോ ആവശ്യം ഇവിടെ വരുന്നില്ല ബ്ലൗസിന് എന്ന് പറയുമ്പോൾ. ഓക്കെ, കാരണം അത് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഫിറ്റായിട്ട് കിടക്കേണ്ട ഒരു സാധനമാണ്. അപ്പോൾ 8.5 ഇഞ്ച് നമ്മൾ ചെസ്റ്റ് അളവ് ഇവിടെ കൊടുത്തു. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്താ ഇവിടുന്ന് ഇവിടം വരെ, അപ്പോൾ എനിക്ക് ഇവിടുന്ന് ഇവിടം വരെയുള്ള 3.25 ഇഞ്ചാണ് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ പകുതി 1.5 ഇഞ്ചും ഒരു പോയിൻറ്റും അതിൻ്റെ പകുതി എടുത്തു. എന്നിട്ട് അതിൽ നിന്ന് ഇവിടത്തേക്ക് ഒരു 1/2 ഇഞ്ച് കുറച്ച് കൊടുക്കാം. പകുതിയിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് ഇങ്ങോട്ടേക്ക് കുറച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഇത്ര കിട്ടും. ഇനി ഇവിടുന്ന് ഈ ഷോൾഡറിലേക്ക് നമുക്ക് ഇങ്ങനെയൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു 1/2 ഇഞ്ചിൽ ഇങ്ങനെ കൊടുക്കാം ഷേപ്പിൽ. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ആം ഹോൾ റൗണ്ട് കറക്റ്റാണെന്ന് ഇവിടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ആം ഹോൾ റൗണ്ട് എൻ്റെ കിട്ടിയിരുന്നത് 16 അരയാണ്. 16 അര എന്ന് പറയുമ്പോൾ 8.25 ഇഞ്ച് വരും. നമുക്കിവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അളന്ന് നോക്കാം. അപ്പോൾ 7 അരയാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇനിയും താഴോട്ടേക്ക് വരയ്ക്കേണ്ടി വരും. നമ്മൾ ജസ്റ്റ് ഒന്ന് 5.5 ഇഞ്ചിൽ വരച്ച് വെക്കാം. എന്നിട്ട് ഇതുപോലെ തന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെയുള്ള അളവുകൾ കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കാം. നമുക്ക് നോക്കാം. അപ്പോൾ 8 ഇഞ്ച് കിട്ടുന്നുണ്ട്.
കണ്ടോ, നമുക്ക് ചെറിയൊരു ഒരു 1/4 ഇഞ്ചിൻ്റെ കൂടി ആവശ്യമുള്ളത്, അതും കൂടി നോക്കാം. യെസ്, അപ്പോൾ 8.25 ഇഞ്ചിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇതാ ഇത്രയും ചെയ്യേണ്ടി വന്നു. നമുക്ക് ബൈസെപ്പ് 1.5 ഇഞ്ച് കൂടി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്തു. അപ്പോൾ 16.5 ഇഞ്ചാണ് 8.25 ഇഞ്ചിൽ ഇങ്ങനെ ചെയ്തെടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിന്. അപ്പോൾ ഇത് പോരെങ്കിൽ 16.5 ഒന്നും ഇല്ല എന്നാണെങ്കിൽ നമ്മൾ മുകളിലേക്കാണ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ താഴോട്ടേക്ക് കൊടുക്കണം. ഓക്കെ, ഇനി നമുക്ക് ഇവിടുന്ന് നമ്മുടെ നെക്ക് ഉണ്ടല്ലോ, നെക്ക് വിടുത്ത് എത്രയാണ് നോക്കണം. അതിൽ നമ്മൾ ഏകദേശം ഒരു 2.25 ഇഞ്ചിൽ അല്ലെങ്കിൽ 2 ഇഞ്ചിൽ എത്ര കസ്റ്റമറുടെ ആവശ്യത്തിലാണെന്ന് വെച്ചാൽ നമ്മൾ 2.25 ഇഞ്ചിൽ ഇവിടെ ഇങ്ങനെ കൊടുക്കുക. 2.25 ഇഞ്ച്. അപ്പോൾ ബാലൻസ് ഉള്ള ഇവിടെയാണ് 3 ഇഞ്ച്. കാരണം നമ്മളെ ഈ ഷോൾഡറിൻ്റെ ചെറിയ ഷോൾഡറിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ 2.25 ഇഞ്ച് 2.5 ഇഞ്ചൊക്കെ വരും, 2 ഇഞ്ച് വരും, ചിലർ 1 ഇഞ്ച് വെക്കും, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ 2.25 കറക്റ്റായിട്ടുള്ള ഒരു അളവ്, കോമൺ ആയിട്ടുള്ള ഒരു അളവ് എന്ന് പറയുന്നത്. അപ്പോൾ അതെടുത്തിട്ട് ബാക്കിയുള്ളത് നെക്കിൻ്റെ ലൂസായിട്ട് കൊടുത്താൽ മതി, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് 2.25 ഇഞ്ച് പ്ലസ് അതിൻ്റെ കൂടെ ഇവിടെയും നമ്മൾ തയ്യത്തുമ്പോൾ പോകുമല്ലോ, അപ്പോൾ 2.25 ഇഞ്ചിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ബാക്കി വരുന്ന 2.5 ഇഞ്ചാണ്. അപ്പോൾ ആ 2.5 ഇഞ്ച് ഇതാ ഇവിടുന്ന് താഴത്തോട്ടേക്ക് ഇങ്ങനെ കൊടുത്തു. എന്നിട്ടൊരു സ്ട്രെയിറ്റ് ലൈന് വരക്കാം. അപ്പോൾ എൻ്റെ നെക്കിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 9 ഇഞ്ചാണ്. അപ്പോൾ 9 ഇഞ്ചിൽ ഞാൻ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് വി നെക്കാണ്. അപ്പോൾ ഞാനിവിടെ തൽക്കാലം ഞാനിതാ ഇങ്ങനെ വി നെക്ക് വരക്കുകയാണ്. എന്നിട്ടൊരു 1/2 ഇഞ്ചോ അല്ലെങ്കിൽ ഒരു 1/4 ഇഞ്ചോ ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ട് ഇങ്ങനെ വേണം വരക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ വരക്കണം, അല്ലാതെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈന് കൊടുക്കരുത് വി നെക്കിൽ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു 1/2 ഇഞ്ച് ഇങ്ങനെ കൊടുക്കണം. അപ്പോൾ നമുക്ക് വി നെക്ക് ഇതും ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വേസ്റ്റ് എത്രയായിരുന്നു നമുക്ക് കിട്ടുന്നത്? 28.5 അപ്പോൾ 28ൻ്റെ 4 ഭാഗം 7 ഒരു പോയിൻറ്റുമാണ്. അപ്പോൾ ഞാൻ തൽക്കാലം 7 ഒരു പോയിൻറ്റും കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു 1 ഇഞ്ച് നമ്മുടെ ടക്കിന് വേണ്ടിയിട്ട്, പിന്നെ ഒരു 1.5 ഇഞ്ച് സെയിം അലവൻസിന്. അപ്പോൾ ഞാൻ എന്താ ഇവിടുന്ന് ഇതൊക്കെ ജോയിൻ ചെയ്യാണ്. ഓക്കെ, ടക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ എന്താ ഇതിൻ്റെ അപ്പോൾ ടക്കിന് നമ്മൾ സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 8 ഒരു പോയിൻറ്റുമാണ് കിട്ടുക. അതിൻ്റെ നേരെ പകുതി എടുക്കാം. എന്നിട്ട് ഇവിടെയും അതിൻ്റെ പകുതി എടുക്കാം. എന്നിട്ട് നേരെ മുകളിലേക്ക് വരച്ചു കൊടുക്കാം. എന്നിട്ട് 4 ഇഞ്ചിൽ നമുക്ക് ടക്ക് കൊടുക്കാം. എന്നിട്ട് ഇവിടെ നമ്മൾ 1 ഇഞ്ചാണല്ലോ കൊടുത്തിരിക്കുന്നത്, 1/2 ഇഞ്ചിൽ നമുക്ക് ഇവിടെ അടയാളപ്പെടുത്തിയിട്ട് ഇങ്ങനെ കൊടുക്കണം. കണ്ടോ? അപ്പോൾ ഇങ്ങനെ കിട്ടി. ഇത്രയേ ഉള്ളൂ പണി. അപ്പോൾ ഇവിടെ ബാക്കിലത്തെ അളവ് എന്ന് പറഞ്ഞാൽ ചെസ്റ്റ് അളവാണ്, അതാണ് ഇവിടെ കൊടുക്കേണ്ടത്. ബസ്റ്റ് അളവല്ല, ചെസ്റ്റ് അളവാണ് ഇവിടെ കൊടുക്കേണ്ടത്. അത് മാത്രം ചിന്തിച്ചാൽ മതി. ഫ്രണ്ട് ഭാഗം വരുമാണ് ഈ ബസ്റ്റ് അളവൊക്കെ വരുന്നത്. ഞാനിത് കട്ട് ചെയ്യാൻ പോവാണ്. നമ്മൾ ഇവിടെയൊക്കെ എല്ലാ ഭാഗത്തും നോച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇപ്പം തന്നെ ഞാൻ കഴുത്ത് നെക്കൊന്നും ഞാൻ വെട്ടിക്കളയില്ല. അതിനി നമുക്ക് നെക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് നെക്ക് ഞാൻ മെയിൻ തുണിയായിട്ട് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ നെക്ക് കട്ട് ചെയ്യുക. അപ്പോൾ ഏകദേശം ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒരു വര ഇങ്ങനെ വരച്ചു കൊടുക്കും, അത്രയേ ഉള്ളൂ. അതിന് ശേഷം ഇതാ ഇങ്ങനെ
ഇങ്ങനെ കിട്ടും. കണ്ടോ, ഇങ്ങനെ കിട്ടും. ഇനി അത് തുണിയായിട്ട് അറ്റാച്ച് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. അതുവരെ കട്ട് ചെയ്യില്ല. ഇനി നമുക്ക് ഫ്രണ്ട് സൈഡ് ചെയ്യാം. ഫ്രണ്ട് സൈഡിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഫ്രണ്ട് സൈഡ് വേണ്ടിയിട്ട് നേരെ ഓപ്പോസിറ്റ് ഇങ്ങനെ ഓപ്പോസിറ്റ് ആക്കിയിട്ട് ഇങ്ങനെയാണ് വിരിച്ചെടുക്കുക. അപ്പോൾ മാക്സിമം നമുക്ക് തുണി ലെവലായിട്ട് കിട്ടും. ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈന് കൊടുക്കാം. എന്താണെന്ന് വെച്ചാൽ ഇത് തുണി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ടുണ്ടാവും, അതുകൊണ്ട് സ്ട്രെയിറ്റ് ലൈന് കൊടുക്കാം. ഓക്കെ, എന്നിട്ടൊരു 1/4 ഇഞ്ചും കൂടി കൊടുക്കണം. അപ്പോൾ ഇവിടെ ഒരു 1/4 ഇഞ്ച് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ 1/4 ഇഞ്ചിനും ശേഷമാണ് നമ്മൾ അളവ് എടുക്കേണ്ടത്. ഇവിടെ നിന്നൊരു സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരച്ചു കൊടുക്കാം. നമ്മൾ ഷോൾഡർ ചെയ്യണമല്ലോ, അപ്പോൾ ഞാൻ ഷോൾഡറിന് വേണ്ടിയിട്ട് 1/2 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഇങ്ങനെ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഈ 1/4 ഇഞ്ചിന് ശേഷമാണ് നമ്മൾ അളവുകളൊക്കെ കൊടുക്കേണ്ടത്. ഓക്കെ, അത് മറന്നു പോകാം. ഇനി നമുക്ക് ഷോൾഡർ, നമ്മൾ നേരത്തെ ഷോൾഡർ ഉണ്ടല്ലോ, അതിൽ നമ്മൾ കൊടുത്തത് 5/4 ഇഞ്ച്. ആ 5/4 ഇഞ്ച് ഇവിടെ കൊടുക്കാം, നമ്മൾ ഈ ഒരു 1/4 ഇഞ്ചിന് ശേഷം. ഓക്കെ, അപ്പോൾ 5/4 ഇഞ്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആം ഹോള് 5.5 ഇഞ്ചായിരുന്നു കൊടുത്തിരിക്കുന്നത്. നമ്മൾ ആ ഒരു 5.5 ഇഞ്ച് തന്നെ ഇവിടെയും കൊടുക്കാം. അല്ലാതെ മറ്റേത് വെച്ചിട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, നിങ്ങളിങ്ങനെ ചെയ്താലും മതി. ഓക്കെ, ഇനി നമുക്ക് ചെസ്റ്റ് അളവ്, നേരത്തെ ബാക്ക് സൈഡ് കൊടുത്ത് അതേ അളവ്, സെയിം അളവ് ചെസ്റ്റ് അളവ് തന്നെയാണ്. 34 ഇഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ 34ൻ്റെ പകുതി, 4 ഒരു ഭാഗം 8.5 ഇഞ്ചാണ്. ആ 8.5 തന്നെ നമുക്ക് ഇവിടെ കൊടുക്കാം. പ്ലസ് അതിൻ്റെ കൂടി ഒരു 1/4 ഇഞ്ച് അല്ലെങ്കിൽ 1/2 ഇഞ്ച് നമ്മൾ ടക്ക് പിടിക്കുമല്ലോ, അതിന് വേണ്ടിയിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 1/4 ഇഞ്ച് കൊടുക്കുന്നുള്ളൂ, അത്രയും ചെറിയ ടക്കേ ഞാൻ പിടിക്കാറുള്ളൂ. 1/2 ഇഞ്ചാണെങ്കിൽ 1/2 ഇഞ്ച് കൊടുക്കാം. എന്നിട്ട് 1.5 ഇഞ്ചിൽ സീമും കൊടുക്കാം. അപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടുന്ന് ഇപ്പോൾ 3.5 കിട്ടിയത്, അതിൻ്റെ പകുതി 1.25 ഇഞ്ച്, അതിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് ബാക്കോട്ടേക്ക്. നമ്മൾ നേരത്തെ അങ്ങനെയാണല്ലോ ചെയ്തത്. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ ഇവിടെയും ചെയ്തെടുക്കണം. അതിൽ വേറെ ഒന്നും ചിന്തിക്കണ്ട, അതിൻ്റെ നേരെ പകുതിയാക്കുക, പകുതിയിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് ബാക്കോട്ടേക്ക്, എന്നിട്ട് അതിൻ്റെ അകത്തുനിന്നൊരു 1 ഇഞ്ച് ബാക്കോട്ടേക്ക്, 1 ഇഞ്ച് ബാക്കോട്ടേക്ക്. അതെവിടെയാണ് വരുന്നത് അവിടെ കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ചെറിയൊരു വ്യത്യാസം എനിക്ക് ഇവിടെ വരുന്നുള്ളൂ. എന്നിട്ടിതാ ഇവിടെ ഇങ്ങനെ കൊടുക്കാം. ഇത്രയേ ഉള്ളൂ പണി. ഇനി നമുക്ക് നെക്കിൻ്റെ വീഴ്ത്ത് നമ്മൾ 2.25 കൊടുത്തത്, പ്ലസ് ഒരു 1/2 ഇഞ്ചും കൂടി 2.25 ഇഞ്ച് ബാക്കിയുള്ളത്. അപ്പോൾ നമുക്കിവിടെയും 2.25 ഇഞ്ച് കൊടുക്കാം. ബാക്കിയുള്ളത് ഇങ്ങനെ കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട് നെക്ക് എന്ന് പറയുന്നത് ഞാനിവിടെ 6.5 കൊടുക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ടൊരു 1/4 ഇഞ്ച് വേണമെങ്കിൽ ഇവിടെ നമുക്ക് കൊടുക്കാം, ഒരു ഷേപ്പിന് വേണ്ടിയിട്ട്. ഞാൻ 1/2 ഇഞ്ചിൽ ഷേപ്പിന് വേണ്ടിയിട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിതാ ഇവിടെ ഇങ്ങനെ ഒരു ഷേപ്പാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇങ്ങനെയൊരു ഷേപ്പാണ് ഞാൻ ചെയ്യുന്നത്. ഇങ്ങനെയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പണികൾ എന്താണെന്ന് വെച്ചാൽ ടക്ക് ലെങ്ത്, നമ്മുടെ ബസ്റ്റ് ലെങ്ത് ഉണ്ടല്ലോ, നമ്മുടെ ബസ്റ്റ് ലെങ്ത്ത്, അതായത് ചെസ്റ്റിൻ്റെ അടിവശം വരെ, ഷോൾഡർ മുതൽ ചെസ്റ്റിൻ്റെ അടിവശം വരെ എടുത്ത ബസ്റ്റിൻ്റെ ലെങ്ത്ത്, ആ ലെങ്ത്ത് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കണം. അത് എനിക്ക് 11.25 11.25 പ്ലസ് ഒരു 1/4 ഇഞ്ചും കൂടി 11.5 ഞാൻ ഇവിടെ അടയാളപ്പെടുത്തുന്നുണ്ട്. കാരണം നമ്മൾ പടി പീസൊക്കെ അടയാളപ്പെടുത്തുമ്പോൾ ഒരു 1/4 ഇഞ്ചിൽ നമ്മൾ സീം വേണമല്ലോ, അതിന് വേണ്ടിയിട്ട് 1/4 ഇഞ്ച് മാത്രം, അത് മാത്രമേ ചെയ്യുള്ളൂ. ഷോൾഡറിൽ നിന്ന് താഴോട്ടേക്ക് അത് മാത്രമേ ചെയ്യുള്ളൂ. ഓക്കെ, മാറിപ്പോയത്, അതിൽ അധികമൊന്നും കൊടുക്കേണ്ട ഒരാവശ്യമില്ല.
അങ്ങനെ അധികം കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ലൂസ് വരും. അങ്ങനെ കൊടുക്കരുത്. ഇനി ടക്ക് ലെങ്ത്ത് എന്ന് പറയുന്നത്, അതായത് ടക്ക് പോയിന്റ് എന്ന് പറഞ്ഞാൽ 9 അരയാണ്. അപ്പോൾ കറക്റ്റ് 9 അര തന്നെ ഇവിടെ കൊടുക്കുകയാണ്. അതിനുശേഷം ടക്കിൻ്റെ ഡിസ്റ്റൻസ്, അതായത് രണ്ട് ബ്രസ്റ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതെനിക്ക് കിട്ടിയിരിക്കുന്നത് 8 അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 4 ഇഞ്ചും കൊടുക്കണം. കണ്ടോ, ഇവിടുന്ന് ഇവിടം വരെ 9 അരയും ഇവിടെ നിന്ന് ഇവിടെ വരെ 4 ഇഞ്ചും. അതെവിടെയാണ് മുട്ടുന്നത് അതാണ് ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, ഇനി നമുക്കിവിടെ 4 ഇഞ്ച് ഇവിടെയും അങ്ങനെ തന്നെ അടയാളപ്പെടുത്തിയിട്ട് ഇങ്ങനെ വയ്ക്കാം. ഓക്കെ, ഇനി ബാക്ക് സൈഡിൽ ഇവിടെയുള്ള, അതായത് ബസ്റ്റ് വിട്ടുണ്ടല്ലോ, ബസ്റ്റിൻ്റെ ചുറ്റളവ്, ആ അളവ് നമുക്കിവിടെ അടയാളപ്പെടുത്തണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക് പാർട്ട് എടുക്കാം. അപ്പോൾ ടക്ക് പോയിൻറ്റ് ഇവിടുന്ന് എടുക്കാം. ഇവിടുന്ന് ടക്ക് പോയിൻറ്റ് എത്ര ഇഞ്ചിലായിരുന്നു? 9.5 ഇഞ്ചിൽ. അപ്പോൾ ആ 9.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ട് ഇവിടുന്ന് ഈ ഒരു സീം വരെ എത്രയുണ്ടെന്ന് നോക്കാം. ഓക്കെ, ഇവിടുന്ന് ഇതിൻ്റെ ഈ ഒരു ഭാഗത്തുനിന്ന് എത്രയുണ്ടെന്ന് നോക്കാം. 8.5 ഇഞ്ചാണ് എനിക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ 8.5 ഇഞ്ച് വരുന്നുണ്ട്. ആ 8.5യിൽ നിന്ന് 8.5, അപ്പോൾ ഇവിടെ ഒരു ഭാഗത്ത് 8.5, ഇപ്പുറത്തെ ഭാഗത്ത് 8.5, അപ്പോൾ 8 8 16 17 ഇഞ്ചിൽ ഇവിടെ അത് എനിക്ക് കിട്ടുന്നുണ്ട്. 17, ബാക്ക് സൈഡിൽ 17 ഇഞ്ച് വരുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ളത് നമ്മൾ ഫ്രണ്ട് സൈഡിലേക്ക് കൊടുക്കണം. അപ്പോൾ ടോട്ടൽ ബ്രസ്റ്റിൻ്റെ ചുറ്റുമുള്ള അളവ് എന്ന് പറയുന്നത് 34.75 34.75. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് ഈ 17 ബാക്ക് സൈഡിൽ പോകുന്ന 17 ഇഞ്ച് കുറക്കണം. ഓക്കെ, അപ്പോൾ എനിക്ക് കിട്ടുന്നത് 17.75. ബാലൻസ് ഈ 17 ഇഞ്ച് കുറച്ച് കഴിഞ്ഞാൽ ബാക്കി വരുന്നത് 17.75. അപ്പോൾ ആ 17.75 പകുതിയാക്കാം. 8.87 വരും. അതായത് ഒരു 8.75 അല്ല 9 ഇഞ്ച് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മളിവിടെ കുറച്ച് ലൂസ് ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇവിടുന്ന് ഇവിടത്തേക്ക് 9 ഇഞ്ചിൽ നമ്മളിങ്ങനെ കൊടുക്കാം. അപ്പോൾ ഇവിടെ എത്രയാണ്? 8.5. ഇവിടെ നമുക്ക് 9 ഇഞ്ച് വരും. ഈ പോയിന്റിൽ നിന്ന് നേരെയാണ് കൊടുക്കേണ്ടത് 9 ഇഞ്ച്. ഇനി നമുക്കിതാ ഈ പോയിന്റും മുകളിലത്തെ പോയിന്റും തമ്മിൽ അങ്ങ് യോജിപ്പിച്ച് കളയാം. ഓക്കെ, നമുക്കിവിടെ ഞാൻ ഈ സീം എലമെൻസും കൂടി ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ യോജിപ്പിച്ച് കളയാം. ഇനി യോജിപ്പിച്ചിട്ട് ഈ വേസ്റ്റ് ഉണ്ടല്ലോ, ഈ വേസ്റ്റ് ഭാഗത്ത് ഇപ്പോൾ ഇവിടെ നിന്ന് യോജിപ്പിക്കുമ്പോൾ ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ഇത്രയും വേസ്റ്റ് കിട്ടും. അപ്പോൾ ആ വേസ്റ്റ് ഭാഗത്തിൽ നിന്ന് നമുക്ക് വേസ്റ്റ് എത്രയായിരുന്നു വേണ്ടത്? വേസ്റ്റ് 28 അരയാണ്. ടോട്ടൽ 28 അരയാണ്. അതിൻ്റെ 4/1 ഭാഗം 7.25 ഇഞ്ച് വരും. അപ്പോൾ നമുക്ക് 7.25 ഇഞ്ച് ഇവിടെ കൊടുക്കാം. കണ്ടോ, 7.25 ഇഞ്ച്. ബാക്കിയുള്ളത് ഇത്രയും 2 ഇഞ്ച് നമുക്ക് ടക്കിന് പോകേണ്ടതാണ്. അപ്പോൾ ബാക്കി ഓരോ ഇഞ്ചിൽ നമുക്കിതാ ഇവിടെയും ഇവിടെയും ഓരോന്നിങ്ങനെ കൊടുക്കാം. ഓക്കെ, ഓരോന്ന് ഇഞ്ച് കൊടുക്കാം. എന്നിട്ട് ഇവിടെ 1.5 ഇഞ്ച് നമ്മൾ മുകളിലേക്ക് എടുക്കാം. എന്നിട്ട് അവിടെ നിന്ന് ഒരു 1.5 ഇഞ്ച് ഓക്കെയാണ്. കാരണം നല്ല റെഡിയായി നിൽക്കണമെങ്കിൽ ഇവിടെ 1.5 ഇഞ്ചിനാണ്. അത് നമുക്കിതാ ഒരു കർവ് ഷേപ്പിൽ ഇങ്ങനെ വരച്ചെടുക്കാം. ഇനി നമുക്കിതാ ഇവിടെ നിന്നും ഒരു 1 ഇഞ്ചിൽ നമുക്കിതാ ഇവിടുന്ന് ഇവിടുത്തെ വരെ ഇങ്ങനെ ജസ്റ്റ് വരച്ചെടുക്കാം. ഇനി നമുക്കിതിൻ്റെ അളവൊന്ന് നോക്കണം. എങ്ങനെയാണെന്ന് വെച്ചതാ ഇവിടുന്ന് ഇങ്ങനെ അളന്ന് നോക്കാം. ഈ ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് വേണം ചെയ്യാൻ വേണ്ടി. 1/4 ഇഞ്ചിൽ അടക്കം ചെയ്ത് വിട്ടിട്ട്, അപ്പോൾ എനിക്കിവിടെ 3.5 ഇഞ്ച് ബാക്കി ഈ ടക്ക് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള 3.5 ഇഞ്ച് ഇവിടെയും കൊടുത്തു കഴിഞ്ഞാൽ 7.25 ഇഞ്ചിൽ എനിക്കിവിടെ കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ വേസ്റ്റ് എന്ന് പറയുന്നത് എത്രയായിരുന്നു? 7.25 ഇഞ്ച്. അപ്പോൾ 7.25 ഇഞ്ച് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഒരു 1/4 ഇഞ്ചും കൂടി ഇവിടെയും കൊടുക്കാം. ഓക്കെ, അവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ 3.25 ഇഞ്ച് കിട്ടുന്നുണ്ട്. ഇവിടുന്ന് 3.25 ഇഞ്ചിൽ 7.25 ഇഞ്ച് എനിക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ ഒരു ടക്കിൻ്റെ വിഡ്ത്ത് എത്രയാണെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അല്ലാണ്ട് ഏകദേശം 2 ഇഞ്ച് ടക്ക്, ഇത്ര ബ്രസ്റ്റ് ആണെങ്കിൽ ഇത്ര ഇഞ്ച് ടക്ക്, അങ്ങനെയൊന്നും ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കൂ, പെർഫെക്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് ഈ ടക്ക് ഇതാ ഇങ്ങനെ ചെയ്തെടുക്കാം. കണ്ടോ, ഇനി നമുക്ക് ഇവിടെ നിന്ന് നേരെ സെൻറ്റർ 1.25 ഇഞ്ചിൽ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ വരച്ചെടുക്കാം.
പിന്നെ ഇവിടെയുള്ള ടക്ക് അത് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഇങ്ങോട്ടേക്ക് വരുന്ന രീതിക്ക് വരച്ചെടുക്കാം. ഇവിടെ ഒരു റൗണ്ടിൽ ഇങ്ങനെ കിട്ടണം, അത്രയേ ഉള്ളൂ. ഇനി ഇവിടുന്ന് വേണമെങ്കിൽ ടക്കിടാം, വേണ്ടെങ്കിൽ അത് ആ ടക്ക് ഒഴിവാക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഒരു റൗണ്ടിൽ ഇങ്ങനെ കിട്ടണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഫ്രണ്ടിൻ്റെ ഇതും കഴിഞ്ഞു. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെയും നമുക്ക് ഈ ഒരു 1/4 ഇഞ്ച് മറന്നു പോകരുത്. അപ്പോൾ ഞാൻ ഈ ഒരു നെക്ക് ഞാനിപ്പോൾ കട്ട് ചെയ്യില്ല, അത് തുണിയായിട്ട് അറ്റാച്ച് ചെയ്താലേ ഞാൻ കട്ട് ചെയ്യും. ഇവിടെയൊക്കെ നമുക്ക് നോച്ച് കൊടുക്കാം. എല്ലാ ഭാഗത്തും വെച്ച് കൊടുക്കണം. ഇനി അതുപോലെ നമുക്ക് അടുത്ത വശവും ചെയ്ത് ഒരു കോപ്പി ചെയ്തിട്ട് വെക്കണം. അപ്പോൾ എനിക്ക് ഇവിടെ ഇങ്ങനെ ലൈനിങ് ആയതുകൊണ്ട് കാണുന്നത് കൊണ്ട് ജസ്റ്റ് അങ്ങനെ വരഞ്ഞെടുത്താൽ മതി. കണ്ടോ, എനിക്കിവിടെ കാണുന്നുണ്ട്, അതുകൊണ്ട് ഞാനിങ്ങനെ വരഞ്ഞെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ നെക്കിൻ്റെ ഈ ഒരളവ് ഇങ്ങനെ ജസ്റ്റ് വരഞ്ഞെടുക്കാം. അപ്പോൾ ഇതാണ് ഫ്രണ്ട് പാർട്ട്, അളവെടുത്തിട്ട് കട്ട് ചെയ്യുന്നതാണ് ഫ്രണ്ട് പാർട്ട്. ഓക്കെ, നമുക്കെൻ്റെ സ്ലീവ് കട്ട് ചെയ്യണം. സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബാലൻസ് പീസാണിത്. ബാലൻസ് പീസ് ഇങ്ങനെ ഇടാം, സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചെടുക്കാം. സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുക്കാം. ഇനി ഞാനത് കട്ട് ചെയ്ത് മാറ്റട്ടെ. ഓക്കെ, ഇനി നമ്മുടെ സ്ലീവിൻ്റെ നീളം 10 അപ്പോൾ ഞാനിത് 10 പ്ലസ് 1 ഇഞ്ചിൽ 11 ഇഞ്ചിൽ ഞാനിവിടെ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ സ്ലീവ് ഇതാ ഇങ്ങനെയാണ് ഞാൻ വെട്ടി എടുക്കാറ്. അപ്പോൾ സ്ലീവ് വെട്ടുന്ന വീഡിയോ ഞാൻ പിന്നെ വേറൊരു വീഡിയോ ആക്കിയിട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ഉള്ളത്. പടിയും കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് അതൊക്കെ ചെയ്യുക. ഇതിൻ്റെ കൂടെ ഞാൻ കട്ട് ചെയ്യാറില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് സ്ലീവ് എന്ന് ഞാൻ നോട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിവിടെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ നീളമുള്ള പീസാണ്. നമുക്ക് ബാക്ക് ഇങ്ങനെ വെക്കാം, മാറിപ്പോകരുത്. കാരണം ഇത് ജോയിൻ്റായ സൈഡാണ്. ഇവിടെ ഇങ്ങനെ വെക്കാം. ഫ്രണ്ട് പീസ് ഇതിങ്ങനെ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്താൽ ഇങ്ങനെയും വെക്കാം. ഇതിപ്പോൾ വേറെ ഡിസൈനൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്കിങ്ങനെ കിട്ടുന്നതാണ്. ഡിസൈൻ ഉണ്ടെങ്കിൽ അതും കൂടി ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ലൈനിങ്ങിലാണ് നമ്മളെല്ലാ അളവുകളും എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഇത് കുറച്ചും കൂടി ലെങ്ത്തിൽ, കുറച്ചും കൂടി നീളത്തിൽ, ലൈനിങ്ങിനേക്കാൾ കുറച്ചും കൂടി നീളത്തിൽ എടുക്കണം. അപ്പോൾ ഈ ഭാഗവും അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെയും ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ തന്നെ മടക്കി അവിടെ വെച്ചാൽ മതി. ഇനി സ്ലീവിന് ഞാൻ ഇതുപോലെ തുണി എടുക്കുന്നത് രണ്ടാക്കി മടക്കാം. പത്തരയാണ് സ്ലീവിൻ്റെ ലെങ്ത്ത്. 10യുടെ കൂടെ ഒരു 12.5 ഒരു 2.5 ഇഞ്ച് ഞാൻ അധികം ആക്കിയിട്ട് ഞാനിവിടെ കട്ട് ചെയ്യുകയാണ്. അതെന്തിനാന്നൊക്കെ ഞാൻ
വീഡിയോ ആക്കിയിട്ട് തന്നെ ചെയ്യാം. അത് എന്തിനാണ് അങ്ങനെയൊക്കെ എന്ന്. ബിഗിനേഴ്സിന് എല്ലാവർക്കും അത് തന്നെയാണ് ഏറ്റവും നല്ലത്. ഞാൻ ഇപ്പോഴും അത് തന്നെയാണ്, അങ്ങനെ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ട് ഞാൻ പീസ് ഇത്രയും ഡിഫറൻസ് ഉണ്ട്. പിന്നെ ഇതും ഞാൻ സ്ലീവിന് വേണ്ടി അവിടെ മാറ്റി വെക്കണം. അപ്പോൾ ഇത്രയും ബാക്കി പീസുകൾ ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് കട്ട് ചെയ്യുന്ന വീഡിയോയിൽ കാണാം. ഇതൊക്കെ നീറ്റാക്കിയിട്ട് എടുത്ത് വെക്കാം. ബാക്കി പീസുകളൊന്നും കളയരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാം. അപ്പോൾ എന്തായാലും കമൻറ്റ് ഇടാൻ ശ്രമിക്കുക. സ്മൈലി ആണെങ്കിൽ കമൻറ്റ് ഇടുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിലേക്ക് കാണാം നമുക്ക്. ഓക്കെ, ബൈ.